അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? നമ്മുടെ ഗാഥ അങ്ങനെ കളരിക്കൽ തറവാട്ടിലെത്തുന്നു. അങ്ങനെ ഇടതുകാൽ വെച്ച് കളരിക്കൽ തറവാട്ടിലേക്ക് ഇടുന്നു. അപ്പോൾ അവിടെയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഗാഥയ്ക്ക് വേണ്ടി സദ്യയൊക്കെ ഒരുക്കുകയാണ് അവർ. ആ സമയത്ത് നമ്മുടെ സിദ്ധാരയുടെ പി എ വന്നിട്ട് അവളോട് പറയും, ഇങ്ങനെ അവർ പറയുന്നതും കേട്ട് അനുസരിക്കരുത്, അവർ ഫുഡ് വിളമ്പുമ്പോൾ മാഡത്തിന് ഇഷ്ടപ്പെട്ട ഫുഡ് വേണമെന്ന് പറയണം എന്ന് പറയണു. അത് മാണിക്കുഞ്ഞ് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവിടെ സദ്യ ഒരുക്കുന്ന സമയത്ത് സിദ്ധാരയുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ മറ്റേ സുന്ദരിയുടെ കൂടെ നിന്ന് ഫുഡ് സഹായിക്കുകയാണ്. അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുകയാണ്. അങ്ങനെ പായസവും ഉണ്ടാക്കുന്നു. അവളുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട പായസവും ഉണ്ടാക്കുകയാണ്. അങ്ങനെ അതെല്ലാം വെച്ച് വിളമ്പുകയാണ്. അങ്ങനെ സദ്യ കഴിക്കുന്ന സമയത്ത് നമ്മുടെ സിദ്ധാരയ്ക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നു. ഇതേ സമയം നമ്മുടെ ഗാഥയാണെങ്കിൽ സദ്യ കഴിക്കാനിരിക്കുന്ന സമയത്ത് പറയും, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വേണം, എന്നാലേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ മാണിക്കുഞ്ഞ് പറയുന്നു, മേഡത്തിന് എന്താ ഇപ്പോൾ കുഴപ്പം, ഫുഡല്ല വേണ്ടത്, അത് ഞാനിപ്പോൾ ശരിയാക്കാമെന്ന് പറയുന്നു. അത് നവീൻ സാറോ എപ്പോഴേ റെഡിയാക്കി എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഗാഥയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വരുന്നു. അപ്പം നവീനോട് കുറച്ചും കൂടി ഇഷ്ടം വരികയാണ്. പക്ഷെ അവിടെ മാണിക്കുഞ്ഞ് കണ്ണിങ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. പക്ഷേ സിതാരയുടെ പി എക്ക് മനസ്സിലാവുന്നത് മാണിക്കുഞ്ഞ് എല്ലാത്തിനും ഒരു മുൻകൈ എടുത്ത് എല്ലാം ചെയ്യുന്ന രീതിയിൽ മനസ്സിലാക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സിദ്ധാര ഫുഡ് കഴിച്ചതിന് ശേഷം പായസം കുടിക്കുകയാണ്. അപ്പോൾ പായസം ഒരു തുള്ളി വായിൽ വെച്ചതിന് ശേഷം അവർക്ക് പെട്ടെന്ന് ദേഷ്യമാണ് വരുന്നത്. അങ്ങനെ അവർ ആ പാത്രം എടുത്ത് താഴെ ഇടുന്നു. താഴെ ഇട്ട സമയത്ത് സുന്ദരിയോട് ചോദിക്കുന്നു, നിന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്നൊക്കെ ചോദിച്ച് ഭയങ്കര വയലൻ്റ് ആവുകയാണ്. അപ്പോൾ സുന്ദരി ഞെട്ടുന്ന കൃഷ്ണയാണെങ്കിൽ അപ്പുറത്ത് നിന്ന് ഇതെന്താ എന്ന് മനസ്സിലാകുന്നില്ലല്ലോ, കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ കൃഷ്ണയുടെ അമ്മയും സിദ്ധാരയും തമ്മിൽ എന്തോ ഒരു ഇതുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് അത്ര ദേഷ്യം വന്നത്. അതെന്താണെന്ന് വരും എപ്പിസോഡുകൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ അവർ പറയും, വന്ന ദിവസം തന്നെ ആദ്യം നല്ലത് പറയിപ്പിച്ചിട്ട് പിന്നെ മോശം പറയിപ്പിക്കുകയാണോ എന്ന് പറയും. അങ്ങനെ ദേഷ്യപ്പെട്ട് അവരുടെ ചെന്നിട്ട് പറയും, പറ ആരാണ് നിന്നെ ഇങ്ങോട്ട് വിട്ടതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കളരിക്കൽ തറവാട്ടിലാണെങ്കിൽ ഗാഥ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചതിനോട് അവർക്കൊക്കെ എതിർപ്പുണ്ടാകുന്നു, അവർക്കൊക്കെ വളരെ വിഷമമാകുന്നു. അപ്പം മുത്തശ്ശി പറയുന്നു, എൻ്റെ മനസ്സ് വല്ലാതെ എന്തോ അലയടിക്കുന്നുണ്ട്, കാരണം ഇത് ശരിയാകുമോ ഇല്ലേ എന്നൊരു ഇത് അവർക്കുള്ളിൽ ഇതുണ്ട്. കാരണം ഗാഥയുടെ ക്യാരക്ടർ വെച്ച് അവിടെ ആ ക്യാരക്ടർ അവർക്കാർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ക്യാരക്ടർ അല്ലല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും ഒരു വിഷമമുണ്ട്. അപ്പോൾ മുമ്പോട്ട് എങ്ങനെ ആകും എന്നുള്ളൊരു പന്തികേട് അവരുടെ മനസ്സിലുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം വരും എപ്പിസോഡുകളിൽ നമ്മുടെ കൃഷ്ണയുടെ അമ്മയും സിദ്ധാരയും തമ്മിലുള്ള റിലേഷനും ആരുടെ മക്കളാണെന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.